ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൻ്റെ പാർട്ട് 6 ഇത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാഠം 7 ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന വാദത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കുന്നത്. ഇതിലാദ്യം കൊടുത്തിരിക്കുന്നത് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും ഒരു ചിത്രമാണ്. ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ചലം ഇതെല്ലാമാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ. ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് ഇവ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ളവയാണ്. സിന്ധുവും അതിൻ്റെ പോഷക നദികളും. ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദീതടങ്ങളിലായിരുന്നു. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്തേക്ക് കുടിയേറി. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദങ്ങൾ വാമൊഴിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു. വേദകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ചാർട്ട് നോക്കാം. വേദകാലം BC 1500 മുതൽ 600 വരെയാണ് വേദകാലഘട്ടം അറിയപ്പെടുന്നത്. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടം. അതിൽ തന്നെ 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടം ഋഗ്വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിച്ചത്. 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടം ഋഗ്വേദ കാലഘട്ടം എന്നും 1000 മുതൽ 600 വരെ BC കാലഘട്ടം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. അപ്പോൾ 1000 മുതൽ 600 BC വരെയുള്ള കാലഘട്ടം പിൽക്കാല വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്താണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവ രചിച്ചത്. പിൽക്കാല വേദകാലഘട്ടത്തിലാണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ രചിച്ചത്. അപ്പോൾ വേദകാലഘട്ടം 1500 മുതൽ 600 വരെ BC ആണ്. BC 1500 മുതൽ 600 വരെയാണ്. അതിൽ തന്നെ ആദ്യത്തെ 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെട്ടത്. പിന്നെ വരുന്ന 1000 മുതൽ 600 വരെ BC പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിലാണ് സാമവേദം, അഥർവവേദം, യജുർവേദം എന്നിവ രചിച്ചത്. BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം. ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് ഋഗ്വേദകാലം. ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരനായ A.L. ഭാഷാം പറയുന്നത് ശ്രദ്ധിക്കൂ. കർഷകൻ പ്രാർത്ഥിച്ചിരുന്നത് കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഋഗ്വേദകാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം കൃഷിയും ചെയ്തിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. വേദകാലഘട്ടത്തിലെ പ്രധാന വിള ബാർലി ആയിരുന്നു. കാലികളെ മേய்ച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. കാലികളെ മേய்ച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാർ രാജൻ എന്നറിയപ്പെട്ടു. ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കാലികളെ മേய்ച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാർ രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. അവയുടെ സഹായത്താൽ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കി. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദസ്യുക്കളെന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കി. ഋഗ്വേദകാലത്ത് ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. അപ്പോൾ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാർ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നിവരാണ്. ദേവതമാർ അതിഥി, ഉഷസ് എന്നിവരാണ്. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ചാരനിറത്തുള്ള മൺപാത്രം
വേദകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മൺപാത്രമാണ്. ഈ മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. ഗംഗാ സമതലങ്ങളിലേക്ക്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. BC 1000 മുതൽ BC 600 വരെയുള്ള കാലഘട്ടം. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേയിച്ച് നടന്ന ആര്യന്മാർ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും ഗംഗാ സമതലങ്ങളിൽ എത്തിച്ചേർന്നു. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും ജനസംഖ്യാ വർധനവും ഗംഗാ സമതലങ്ങളിൽ ആര്യന്മാർ എത്തിച്ചേരുന്നതിന് കാരണമായി. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂയിഷ്ടമായ എക്കൽമണ്ണ്, സമൃദ്ധമായ മഴ. ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാ സമതലങ്ങളിൽ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായിരുന്നു. അതിനാൽ അവർ കാടിന് തീയിട്ടാണ് മുന്നേറിയത്. പക്ഷേ മരങ്ങളുടെ കുറ്റികൾ അവർക്ക് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി. മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണിയായുധങ്ങൾ ആവശ്യമായിരുന്നു. ഇത് ഇരുമ്പിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചു. ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. കാടുകൾ വെട്ടിത്തെളിച്ചു. കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു. കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. ഇരുമ്പ് ഉപയോഗിച്ച ഈ യുഗം ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. കന്നുകാലി വളർത്തൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. സ്ഥിരവാസം ആരംഭിച്ചു. കാർഷികോൽപാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. കന്നുകാലി വളർത്തൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങൾ ഇതെല്ലാമാണ്. സ്ഥിരവാസം ആരംഭിച്ചു, കാർഷികോൽപാദനം വർദ്ധിച്ചു, മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ, പെയിൻറ്റഡ് ഗ്രേ വെയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവയിൽ ചിലതിൻ്റെ ശേഷിപ്പുകളാണ് ഈ ചിത്രത്തിൽ കാണപ്പെടുന്നത്. ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ, പെയിൻറ്റഡ് ഗ്രേ വെയർ. ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിതക്രമത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. സമൂഹത്തിൽ നിലനിന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ വിഭജനം ചാതുർവർണ്ണ്യം എന്നറിയപ്പെട്ടു. ചാതുർവർണ്ണ്യം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ 4 വിഭാഗങ്ങളാണ് ചാതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിഭജനം അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിൽക്കാല വേദകാലത്ത് ഈ ആരാധനാ രീതിയുടെ പ്രാധാന്യം കുറഞ്ഞു വന്നു. പകരം യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധനാ രീതികൾ വ്യാപകമായി. കാലികളെ ബലിയർപ്പിക്കുന്നവയായിരുന്നു മിക്ക യാഗങ്ങളും. കല്ലുകൾ കഥ പറയുന്നു. ചിത്രം നോക്കാം. നാട്ടുകല്ല്, കുടക്കല്ല്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ചിത്രത്തിലുള്ളത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരിക്കുന്ന വലിയ കല്ലുകൾ, കുടക്കല്ല്, നാട്ടുകല്ല്. വിവിധ രൂപങ്ങളിലാണിവ കാണപ്പെടുന്നത്. ഇവയെ മഹാശിലകൾ എന്ന് വിളിക്കുന്നു. മഹാശിലകൾ. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ, വിവിധ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ തുടങ്ങി ധാരാളം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. ഈ കാലം മഹാശില സംസ്കാര കാലം എന്നറിയപ്പെടുന്നു. മഹാശില സംസ്കാര കാലം. മഹാശില സംസ്കാര കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ഈ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ളത്. ഇവയെല്ലാം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയവ ആയിരുന്നു. മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ഇരുമ്പ് ഉപകരണങ്ങൾ. പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് മഹാശില സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നു. പഴന്തമിഴ് പാട്ടുകൾ സംഘം കൃതികൾ എന്നും അറിയപ്പെടുന്നു. പഴന്തമിഴ് പാട്ടുകൾ സംഘം കൃതികൾ എന്നും അറിയപ്പെടുന്നു.
മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. ഇത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു. ഇവർ മൂവേന്തന്മാർ എന്നറിയപ്പെട്ടിരുന്നു. മൂവേന്തന്മാർ എന്നറിയപ്പെട്ടത് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരുമാണ്. ഇവരായിരുന്നു പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത്. ഇതാണ് പാണ്ഡ്യന്മാരും ചോളന്മാരും ചേരന്മാരും ഭരണം നടത്തിയിരുന്ന സ്ഥലങ്ങൾ. കേരളമൊക്കെ ചേരന്മാരുടെ അധീനതയിലായിരുന്നു. പാണ്ഡ്യന്മാർ, ചോളന്മാർ. പഴന്തമിഴ് പാട്ടിലൂടെ. സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവ തിണകൾ എന്ന് വിളിക്കപ്പെട്ടു. തിണകൾക്ക് അതിൻ്റേതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. തിണകളും അവയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും. ഒന്ന് കുറിഞ്ചി. മലകൾ, മലയോരങ്ങൾ. മലകളും മലയോരങ്ങളും അടങ്ങിയ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്ന പേരിലായിരുന്നു. മുല്ല എന്നാൽ കാട്, പുൽമേട്. കാടും പുൽമേടുകളും അറിയപ്പെട്ടിരുന്നത് മുല്ല എന്ന പേരിലായിരുന്നു. പാല എന്നാൽ വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശം അറിയപ്പെട്ടിരുന്നത് പാല എന്ന പേരിലായിരുന്നു. മരുതം എന്നാൽ വയലാണ്. വയൽ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മരുതം എന്ന പേരിലായിരുന്നു. നെയ്തൽ. നെയ്തൽ എന്നാൽ തീരപ്രദേശങ്ങളായിരുന്നു. തീരപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്ന പേരിലായിരുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കുക. കുറിഞ്ചി എന്നാൽ മലകളും മലയോരങ്ങളുമായിരുന്നു. മുല്ല എന്നാൽ കാടും പുൽമേടുകളുമായിരുന്നു. പാല എന്നാൽ വരണ്ട പ്രദേശങ്ങളായിരുന്നു. മരുതം എന്നാൽ വയൽ പ്രദേശങ്ങളായിരുന്നു. നെയ്തൽ എന്നാൽ തീരപ്രദേശങ്ങളായിരുന്നു. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ കേട്ടിട്ടുണ്ടോ? ഈ പേരുകൾ തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. മുല്ലശ്ശേരി എന്നാൽ കാട്, പുൽമേട്. മരുതൂർ വയൽ പ്രദേശത്താണ് മരുതൂർ. പാലക്കാട് വരണ്ട പ്രദേശം. പാല എന്നാൽ വരണ്ട പ്രദേശമാണ്. കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലുള്ള പട്ടണങ്ങളിൽ എത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ അന്നത്തെ പ്രധാന കൃതികളിൽ പരാമർശിച്ചിരിക്കുന്നു. സംഘകാല കൃതിയായ പുറനാനൂറിൽ നിന്ന് എടുത്തിട്ടുള്ള വരികൾ നോക്കാം. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. അപ്രകാരം കൂട്ടിയിട്ടിരിക്കുന്ന മുളക് ചാക്കുകൾ ശബ്ദായമാനമായ കരയിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കും കാണുന്ന ആളുകൾ. കപ്പലുകൾ കൊണ്ടുവന്ന സ്വർണം തോണികൾ വഴി കരയിലെത്തുന്നു. മലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും കരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും ചേർത്ത് അതിഥികൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തെ സംഭവങ്ങളാണ് ഇവിടെ കവിതയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. ഇതിൻ്റെ സംഗ്രഹം നോക്കാം. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടം വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു. വേദകാലത്തെ ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടം പിൽക്കാല വേദകാലഘട്ടം എന്നും അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിത രീതികൾ തമ്മിൽ നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായത്. അതുകൊണ്ട് ഈ കാലം ഇന്ത്യയിലെ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. പ്രാചീന തമിഴകത്തെ ഇരുമ്പ് യുഗം മഹാശില സംസ്കാര കാലം എന്നറിയപ്പെടുന്നു. വ്യത്യസ്ത ഭൂമിശാസ്ത്ര സവിശേഷതകൾ നിലനിന്ന തിണകൾ പ്രാചീന തമിഴകത്തിൻ്റെ പ്രധാന സവിശേഷതകളായിരുന്നു. Subscribe for more videos.
To get instant notification for new videos, click on the bell icon.